എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മാസ്റ്റേർട്ടിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ, അതായത് ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം 2027 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം 2027 വരെ ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. Three of Cups, Ten of Pentacles, Three of Pentacles, Seven of Swords, Six of Wands, Empress Energy. വളരെ പോസിറ്റീവായിട്ടുള്ള കണക്ഷൻസ് ആണ്. 3 of Cups ആൻഡ് 6 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം ഒത്തിരി ആഘോഷങ്ങളുടെയൊക്കെ സമയമാണ്. സന്തോഷവും ആഘോഷമൊക്കെ ജീവിതത്തിൽ നിലനിർത്തുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. ഫാമിലി ഗെറ്റ് ടുഗെദർ കാണിക്കുന്നുണ്ട്, അല്ലെ ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് നിൽക്കുന്നൊരു സാഹചര്യം. ഫ്രണ്ട്ഷിപ്പ്, നല്ല കണക്ഷൻസ്, ബന്ധങ്ങളിൽ ഒത്തിരി ഊഷ്മളത നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം, എക്സ്റ്റെൻഡഡ് ഫാമിലി, അല്ലെങ്കിൽ സൗഹൃദങ്ങൾ, പുതിയ കണക്ഷൻസ് ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങൾക്ക് എപ്പോഴും ഫാമിലി, ഒരു തരത്തിൽ നമ്മൾ ഫാമിലി എന്ന് പറയുന്ന ചില സുഹൃത്തുക്കൾ, അതായത് ഒരു ബ്ലഡ് കണക്ഷൻ, രക്തബന്ധം എന്നുള്ള രീതിയിലല്ല, പക്ഷേ ഇറ്റ്സ് നോട്ട് നിങ്ങളുടെ ഫാമിലി, നിങ്ങളായിട്ട് തിരഞ്ഞെടുത്ത ഫാമിലി ആണല്ലോ. ദൈവം നമുക്ക് തരുന്ന ഫാമിലിയാണ് നമ്മുടെ ഫാമിലി, അതുപോലെ നമ്മൾ തിരഞ്ഞെടുത്ത ഫാമിലിയാണ് സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള നല്ല സൗഹൃദങ്ങൾ, നല്ല കണക്ഷൻസ് നിങ്ങൾക്ക് ചുറ്റിനും, നിങ്ങളുടെ ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സുമായിട്ട് ഒത്തിരി സമയം ചിലവഴിക്കുക. പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് കാലഘട്ടത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നല്ല സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളെന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥതയുള്ള സൗഹൃദങ്ങളാണ്. അപ്പോൾ ചെറിയ കൊച്ചു കൊച്ചു വഴക്കുകളും ഒത്തിരി വലിയ വലിയ സന്തോഷങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് കാണിക്കുന്നത്. സോൾ കോൺട്രാക്ട്സ് കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്ത് സോൾ കോൺട്രാക്ട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതറിയാൻ കൂടുതൽ താല്പര്യം സോൾ കോൺട്രാക്റ്റിനെ കുറിച്ച് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. പക്ഷേ അതായത് അതുപോലുള്ള ചില ബന്ധങ്ങളുണ്ട്, സോൾമേറ്റ് കണക്ഷൻസ് ആവാൻ, ട്വിൻ ഫ്ലെയിം കണക്ഷൻസ്, അതേപോലത്തെ എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതുപോലെ മനസ്സിലാക്കി തരുന്ന സൗഹൃദങ്ങളുണ്ട്. അതായത് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ ബന്ധങ്ങൾ കൂടാതെ നിങ്ങളുടെ പ്രൊഫഷൻ, കരിയർ ആവാം, അതൊരു നിങ്ങൾ ചിന്തിച്ചിരുന്ന ഇതൊരു നിങ്ങളുടെ ഒരു ഔദ്യോഗിക ജീവിതം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനായി പറ്റില്ല. കാരണം നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം, എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം, കോണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കും നിങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു 9 to 5 ജോലി അല്ലാത്തത് കൊണ്ട്, ആ ജോലി അല്ലാത്തത് കൊണ്ട് ഇതിൽ സക്സസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടാകും. പക്ഷേ സുഹൃത്തുക്കളുടെ സപ്പോർട്ടുണ്ട്, മാത്രമല്ല അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ സൗഹൃദങ്ങൾ അതിലും നിങ്ങളുടെ പ്രൊഫഷനിലും സഹായകരമാകുന്നുണ്ട്. പിന്നെ നിങ്ങൾ കരിയർ മുന്നോട്ടേക്ക് എന്ന് പറയുമ്പോൾ അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള, അതായത് ഒരു കമ്പനിയിൽ ഒരു ജോലി, ആ ഒരു രീതിയുടെ അപ്പുറത്തേക്കൊരു പബ്ലിക് അറ്റൻഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു പബ്ലിക് അറ്റൻഷൻ ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ യു ആർ ടേക്കിംഗ് ടൈം നിങ്ങളുടെ ആ ഒരു കഴിവ് പോളിഷ്, അതായത് 4 പേരുടെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ കഴിവ്, ഇപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും കൺസേർട്ട്, അതേപോലെ പാട്ടോ നൃത്തമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ട്രിങ് ഇൻസ്ട്രുമെൻസോ അതുപോലുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ, ആ ഒരു രീതിയായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിക് സ്പീച്ച്, അതേപോലത്തെ ഏത് സിറ്റുവേഷനായാലും മറ്റുള്ളവരുടെ മുമ്പിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിന്നിട്ട് നിങ്ങളുടെ സ്കിൽസ് ഇതാക്കി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു കരിയറിൽ ഉന്നമനം ഉണ്ടാവില്ല എന്ന് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. അല്ലാതെ ഒരു 9 to 5 ജോബ് ചെയ്യുന്നവർ സൈഡായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുടെയും
സിറ്റുവേഷൻ പോസിറ്റീവ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു 9 to 5 ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിലും ഗ്രോത്ത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളൊരു ക്ലറിക്കൽ പൊസിഷൻ മാനേജറൽ പൊസിഷൻ, അല്ലെങ്കിൽ ആ മാനേജറൽ പൊസിഷൻ ആണെങ്കിൽ അതിൽ ഉയർന്ന പൊസിഷൻ, ആ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. അതേപോലെ 10 of Pentacles and 7 of Swords എനർജിയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ധന സമ്പാദനത്തിനുള്ള അവസരം ഈ ഒരു വർഷം കിട്ടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, അതൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുക. അതായത് അവസരം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഒരു മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ ഒരു സമൃദ്ധിയും ഐശ്വര്യം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തേക്ക് മാത്രം ഈ ഒരു സിറ്റുവേഷൻ അല്ല ഇവിടെ. ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരത്തിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്ന ഒരു നിങ്ങളുടെ വരുന്ന തലമുറയ്ക്കും കൂടി ചേർത്തിട്ട്, നമ്മൾ പറയില്ലേ 10 തലമുറയ്ക്ക് കഴിയാനുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലത്തെ ഒരു ലെഗസി, ഒരു ലോങ് ടേം സക്സസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സക്സസ്, ഹാപ്പിനെസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ആഗ്രഹിച്ച ലെവലിൽ സക്സസ്സും സാമ്പത്തിക നേട്ടവും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ധനലാഭവും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെ അതിലൂടെ ധനലാഭം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ ഒരു പ്ലഷർ ഒത്തിരി സന്തോഷത്തോടുകൂടി അനുഭവിക്കാനുള്ള അവസരമുണ്ട്. പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഓഫ് കോഴ്സ് നിങ്ങൾ ഒരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാകുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എവിടെ ഡോക്യുമെൻറ്റേഷൻസ്, കോൺട്രാക്ട്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ധനം എന്ന് പറഞ്ഞാൽ പണം ഒരാളെ നമ്മൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരു പ്രൂഫില്ലാതെ ഒരാളിലേക്ക് കൊടുക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അതിൻ്റേതായിട്ടുള്ള കോൺട്രാക്റ്റ് ഒക്കെ വച്ചിട്ടുള്ള ആളുകളാവാം. എന്തായാലും ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇതിൻ്റെയും ആധാരമില്ലാതെ ഒരാളെ വെറുതെ പൈസ ഏൽപ്പിക്കുന്ന, പിന്നെ കടം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ കടം കൊടുക്കാതിരിക്കുക. അതിന് തിരിച്ചു കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ചെറിയ തുകയൊക്കെ ആണെങ്കിൽ പോണെങ്കിൽ പോട്ടെ എന്ന് മനസ്സിൽ ഉറപ്പുണ്ട് എങ്കിൽ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ, പക്ഷെ ഇല്ലെങ്കിലും വലിയൊരു പ്രശ്നമില്ല എന്നുള്ള ഒരു ഇതിൽ ആണ് എങ്കിൽ അത് അങ്ങനെ ചെയ്യാം. അല്ലാത്ത പക്ഷം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ 10 of Pentacles and Empress എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളിൽ ഓക്കെ ചെയ്ത് പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ചില കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ അല്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഡോണ്ട് പ്രിറ്റൻഡ് ദാറ്റ് യു ആർ ഓക്കെ. അതായത് നിങ്ങൾ ഓക്കെ അല്ലെങ്കിലും ഓക്കെയാണ്, കുഴപ്പമില്ല. ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഥവാ നിങ്ങൾ പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞ് ഇച്ചിരി പഴയ ചിന്താഗതിയുള്ളവരായിരിക്കും, പ്രായമായിട്ടുള്ള സ്ത്രീകളോ മറ്റോ ആയിരിക്കും. പ്രായമായിട്ടുള്ള എല്ലാവർക്കും പഴയ ചിന്താഗതി എന്നല്ല, ചില വ്യക്തികൾ എന്തെങ്കിലും പറയുമ്പോൾ ഇതൊക്കെ നോർമലാണ്, ദിസ് ഇസ് പാർട്ട് ഓഫ് ഇറ്റ് എന്ന് പറയുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു വിഷമം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ തന്നെ കാണാം. കാരണം മെഡിക്കൽ ഇതിനേക്ക് താല്പര്യം ഇല്ലാത്ത ഒരാൾ അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് ആശ്വാസം അല്ലെങ്കിൽ ഒരു ഉറപ്പിക്കൽ, ഒരു കൺഫർമേഷന് വേണ്ടി ഡോക്ടറെ തന്നെ കാണുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവും എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് എന്തെങ്കിലും പ്രതിവിധികൾ ചെയ്താൽ അതപ്പോൾ മാറിപ്പോകാമെന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന രീതി, നിങ്ങളുടെ ആക്ടിവിറ്റീസോ അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്തുക. അല്ലെങ്കിൽ മെഡിസിൻ്റെ ആവശ്യം തന്നെ വരില്ല, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. നിങ്ങളുടെ കിടക്കുന്ന പൊസിഷനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫുഡായിരിക്കും, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനാദ്യം ഒരു മെഡിക്കൽ ഇതിലുള്ള ആരെങ്കിലും കൺസൾട്ട് ചെയ്തിട്ട് തീരുമാനിക്കുക. ഓക്കെ. അതേപോലെ 3 of Pentacles and 6 of Wands എനർജിയാണ്. ഇവിടെ ചില ആളുകൾ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് പാർട്ട്ണർഷിപ്പാണ് കാണിക്കുന്നത്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞ പോലെ പാർട്ട്ണർഷിപ്പിലേക്ക് പോകുന്ന വ്യക്തി ഏതാണെന്ന് അറിഞ്ഞിട്ട് പോവാം. ഇപ്പോൾ വേറെ ആരെങ്കിലും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇന്ന് സുഹൃത്ത് വഴിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വെച്ചിട്ട്, അല്ലെങ്കിൽ സുഹൃത്തിനേക്കാൾ കൂടുതൽ നിങ്ങളെ സംബന്ധിച്ച് ഫാമിലി ഓറിയൻറ്റഡ്, നിങ്ങളുടെ റിലേറ്റീവ്സോ ഫാമിലിയിൽ വരുന്ന ആരെങ്കിലും, അങ്ങനെ ഒരു ഇതിലുള്ള ആരുമായിട്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. ഫാമിലി പ്രഷറിൻ്റെ പുറത്ത് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് പോകാൻ പറ്റില്ല, കാരണം അത് നിങ്ങളുടെ ലൈഫാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പ്രായമായിട്ടുള്ള ഒരു വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ചുകൂടി നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങളിൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നുണ്ട് എന്നുള്ളതും, അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പലതും ജീവിതത്തിൽ സംഭവ്യമാകുന്നു എന്നുള്ളത്.
ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ ഇപ്പോൾ പ്രായമായിട്ടുള്ളൊക്കെ ഒരു ആളുകളാണെങ്കിൽ കൊച്ചുമക്കളും മക്കളുടെയൊക്കെ ഒരു സന്തോഷകരമായിട്ട് ജീവിതത്തിൽ നിങ്ങളും പാർട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കുന്ന സിറ്റുവേഷൻ ഫാമിലിയായിട്ട് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസൻസ് അവിടെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. ഇതൊക്കെ ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.